ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ VI ഓഡിയോസിൻ്റെ ഒരു ക്ലാസ് എ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജീൻ ഹിരാഗ സൂപ്പർ 30യുടെ ഒരു സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കോമ്പാക്റ്റായിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബോർഡിൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ബോർഡ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു ഹീറ്റ് സിങ്കാണ് ഈ ഒരു ഹീറ്റ് സിങ്ക്. അത് പുള്ളി പ്രത്യേകം പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ 2 ചാനലും ഒരുമിച്ചാണ് ഒറ്റ PCBയിലാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് പവർ സപ്ലൈ ചെയ്തിട്ടില്ല. നമുക്ക് സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈയും കൂടെ നമുക്ക് ഇതിന് ചെയ്ത് വയ്ക്കേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യന് അല്ലെങ്കിൽ സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളിയുടെ എല്ലാ ബോർഡുകളും പുള്ളി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ലാസ് എ ആംപ്ലിഫയറും പുള്ളിക്കാരൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാരണം, ജീൻ ഹിരാഗ സൂപ്പർ 30 നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് ഉൾപ്പെടെയുള്ള ഒരു ബോർഡ് നമ്മൾ വാങ്ങുമ്പോൾ ഒരു മോണോ ബോർഡിന് തന്നെ നല്ലൊരു എമൗണ്ട്, ഏകദേശം ഒരു 3000 രൂപയോളം മോണോ ബോർഡിന് തന്നെ ഏകദേശം പ്രൈസ് വരുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു ബോർഡ് ഏകദേശം തികച്ചും വ്യത്യസ്തമായിട്ട് വരുന്നത്. ഒരു സ്റ്റീരിയോ ബോർഡ് തന്നെ നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് കമ്പോണൻസോട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. സെയിം സർക്യൂട്ടിലാണ് പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ജീൻ ഹിരാഗ സൂപ്പർ 30യുടെ സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ എടുത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററൊക്കെ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ വരുന്ന ഒരു പവർ സപ്ലൈയിൽ ഡയോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് തന്നെയാണ് കൊടുക്കാനുള്ളത്. പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ ഡയോഡ് പുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാലും നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട്, ഈ ഒരു ഭാഗത്ത് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ ഗ്രൗണ്ട്, അങ്ങനെ തന്നെയാണ് കൊടുക്കാനുള്ളത്. ഇതൊരു ക്ലാസ് എ ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു പവർ ബാങ്ക് നമുക്ക് ഇതിന് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള പവർ സപ്ലൈ ഇതിനകത്ത് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 47,000 UF എങ്കിലും കുറഞ്ഞത് നമ്മൾ ഇതിന് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കണം. 10,000 UFൻ്റെ 2 കപ്പാസിറ്റർ ഇട്ട് കൊടുത്താൽ ഈ സാധനം വർക്കാവും. എന്നാലും ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു 47,000 UF എങ്കിലും നമ്മൾ ഇതിന് കുറഞ്ഞത് കൊടുക്കണം. ഇനി കൂടാതെ തന്നെ 27,027 +/- DC സപ്ലൈ നമ്മൾ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതിയാവും. ആ ഒരു വോൾട്ടേജ് മതിയാവും ഇത് വർക്കാവാൻ വേണ്ടി. ഇനി അത്രയും കൊടുത്തില്ലെങ്കിലും നമുക്കൊരു 25,025 എങ്കിലും കൊടുത്ത് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റ് സിങ്ക് മതിയാവാതെ വരും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി പ്രത്യേകം നല്ലൊരു ഹീറ്റ് സിങ്ക്, ഒരു 1 kg, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് 2 ബോർഡ്, അതായത് സ്റ്റീരിയോ ബോർഡാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ വലിയൊരു ഹീറ്റ് സിങ്കും ഒരു ഫാൻ അനിവാര്യമായിട്ട് വരും. കാര്യം ഒരു ഡിസൈൻ ഈ ഒരു രീതിയിലായതുകൊണ്ട്. കാര്യം സ്റ്റീരിയോ ബോർഡ് ഓൺ ബോർഡ് ഒറ്റ ബോഡി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻ ഇവിടെ ആവശ്യമായിട്ട് വരും. കാര്യം നല്ല രീതിയിൽ ഒരു ഹീറ്റ് സിങ്ക് നല്ല രീതിയിൽ ഹീറ്റാവും. അപ്പോൾ നമുക്ക് ഫാൻ ആവശ്യമായിട്ട് വരുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കപ്പാസിറ്റർ ബാങ്കിൻ്റെ കേസ്, അത് നമുക്ക് ഇവരുടെ ഈ ഒരു ജീൻ ഹിരാഗയുടെ പവർ സപ്ലൈ യൂണിറ്റിൻ്റെ ഒരു സ്കീമാറ്റിക് ഉൾപ്പെടെയുള്ള ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പ്രകാരമായിട്ടുള്ളൊരു സർക്യൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോട്ടഡ് PCBയിൽ ചെയ്തെടുത്തിട്ട് കൊടുത്താലും മതി ഈ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പവർ സപ്ലൈയുടെ കേസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കൂടാതെ തന്നെ ഈ കാണുന്ന പ്രീസെറ്റ്, അത് ബയാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രീസെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ബയാസും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് നോക്കി വായിച്ച് പഠിക്കുക. ഈ ജീൻ ഹിരാഗ എന്ന് പറയുന്ന ആംപ്ലിഫയർ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ആംപ്ലിഫയറാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ബയാസിങ്ങിൻ്റെ കേസെല്ലാം നോക്കി പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ബയാസ്, ഈ പ്രീസെറ്റ് തിരിച്ച് നിങ്ങൾക്ക് ബയാസ് ചെയ്യാവുന്നതാണ്. കാര്യം ഞാനത് പറഞ്ഞ ചിലപ്പോൾ പക്ഷേ ഞാൻ പറയുന്നത് തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടത് മനസ്സിലാകുന്ന ഒക്കെ എന്തായാലും, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത് ജീൻ ഹിരാഗ അങ്ങനെ ഒരു പ്രത്യേകതരം കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വായിച്ച് പഠിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം മനസ്സിലാവുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു രീതി പറഞ്ഞത്. ഇതിൻ്റെ ബയാസിങ്ങിൻ്റെ, ഇതിൻ്റെ വർക്കിങ്ങിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ DIY ഫോറത്തിനകത്തും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും അവൈലബിൾ ആണ്. നോക്കിയിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ബയാസ് ഇതിൻ്റെ ഒരു മുഖ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ആ ഒരു ബയാസിലാണ് ഈ ഒരു ആംപ്ലിഫയറിനെ ക്ലാസ് എയിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. കൂടാതെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു ഇൻപുട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീരിയോ ബോർഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ ഇൻപുട്ടാണ് ഇവിടെ
വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നുണ്ട്, കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തും സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് അവരിട്ടിരിക്കുന്ന ട്രാൻസിസ്റ്റർ നമുക്ക് ഏതാണെന്നൊന്ന് നോക്കാം. ട്രാൻസിസ്റ്റർ തോഷിബയുടെ തന്നെയാണ് C5198ഉം തോഷിബ A1941 ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസിസ്റ്റർ കണ്ടിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ട്രാൻസിസ്റ്റർ എന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ ഇത് ഓൺ ചെയ്ത് ഉപയോഗിച്ച് നോക്കി, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വർക്കിംഗ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഹീറ്റ് സിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഹീറ്റ് സിങ്ക് മാറ്റണം. കാര്യം ഈ ഒരു ഹീറ്റ് സിങ്കിൽ ഇത് നിൽക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും VI ഓഡിയോയുടെ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. അവരെ കാറ്റലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പിൽ കയറുന്ന സമയത്ത് കാറ്റലോഗ് ഉണ്ടായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവിടെ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാർക്കായിട്ടുള്ള മനുഷ്യർക്ക് ക്ലാസ് A ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിപ്പോൾ ഈ ഒരു ബോർഡ് ചെയ്തിട്ടുള്ളത്, VI ഓഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പറില്ല, ഞാൻ നമ്പർ കാണിക്കുന്നതാ, ഈ ഒരു നമ്പറാണ്, അത് അവരുടെ നമ്പറാണ്. ഈ നമ്പറിൽ കയറിയിട്ട് വാട്സപ്പിലേക്ക് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും.